കേരളത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ നേതൃത്വമൊന്നും മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരി തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എൻ ഹരി, താങ്കൾ ഇന്ന് എസ് രാജേന്ദ്രനെ സന്ദർശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായിരുന്നു കൂടിക്കാഴ്ച? ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, അതോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണോ അതിന് പിന്നിൽ? പ്രധാനമായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കപ്പുറം മൂന്നാറില് ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വീട് ഒരു സംഘം ക്രിമിനൽസ് അവിടെ ആ വീട് തകർക്കുകയും അതുപോലെ ആ പ്രതികളായിട്ടുള്ള പ്രതികളായി ഇട്ട ആളുകളെ അവിടുത്തെ ജനങ്ങൾ തന്നെ പിടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ട് പ്രതികൾക്ക് പൂർണ്ണമായും ആ കൊട്ടേഷൻ സംഘത്തിന് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കുകയും അതുപോലൊപ്പം തന്നെ പിടിച്ചു കൊടുത്ത ആളുകൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് കേസിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ആശുപത്രിയിൽ നിന്നുള്ള ആ പൊട്ടലും ബാക്കിയുള്ള എല്ലാം ഭരണ സ്വാധീനം ഒഴിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതായി മനസ്സിലാക്കുകയും ഇതിന്റെ ആരംഭം എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അത് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് രാജേന്ദ്രൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് അവർ ചെറുപ്പക്കാർ പറഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നവിടെ വന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയും അതുപോലെ തന്നെ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ശ്രീ അജിയും ഞാനും കൂടിയാണ് അവിടെ പോയത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന നിലയിൽ ഈ കാര്യങ്ങളുമായി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ശ്രീ എൻ ഹരി, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എസ് രാജേന്ദ്രൻ CPM-ൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ബി.ജെ.പിയിലേക്ക് വരുന്നതിനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ആ കാര്യങ്ങൾ ചർച്ചയായില്ലേ? ഇല്ല, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന ഘടകമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മാർക്സിസ്റ്റ് സംബന്ധിച്ച് ഒരു തരത്തിൽ, അതായത് രാജേന്ദ്രനെ ദ്രോഹിക്കുന്നു എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ വോട്ട് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു വിഷയം, അതായത് ഈ പ്രതിയെ ഒരാളെ പിടിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നാണ്, എന്നിട്ട് പോലും ഒരു നീതി കിട്ടാത്ത ഒരു അവസരത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഈ കാര്യങ്ങൾ അദ്ദേഹം ആയി സംസാരിക്കുകയും ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പോയിട്ടുള്ളത്.